ജെൻസി കാലമാണ്, പക്ഷെ പെൺകുട്ടികൾക്ക് യാത്ര ചെയ്യാൻ നമ്മുടെ നാടും നഗരവും സുരക്ഷിതമാണോ? നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഡിഫൻഡറിലൂടെ രാജ്യം ചുറ്റിയ, ജോലിയോടൊപ്പം തന്നെ യാത്രയും കാണുന്ന കുറച്ച് മലയാളി പെൺകുട്ടികളെ സ്വയം പരിചയപ്പെടുത്തിക്കോളൂ. ഓക്കെ, എൻ്റെ പേര് ശില്പ. എൻ്റെ വ്ളോഗിലെ പേര് ഇയോ. എൻ്റെ പേര് അനീറ്റ, വ്ളോഗിലെ ലിറ്റ്. എൻ്റെ പേര് സേറ എന്നാണ്, ഞാൻ വ്ളോഗിലെ സോ. എൻ്റെ പേര് നികിത റെഡ്ഡി, വ്ളോഗിലെ പേര് ഡ്രിക്സ്. എൻ്റെ പേര് ഹംന, വ്ളോഗിലെ പേര് ഗ്രേ. നിങ്ങളിപ്പോൾ ഒരു സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് ദില്ലിയിൽ എത്തിക്കുന്നത്, പക്ഷെ യാത്രയും പാഷനാണ്. എങ്ങനെയാണ് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ഞങ്ങളുടെ യാത്രകൾ ആക്ച്വലി തുടങ്ങിയത് നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. നമുക്ക് ക്ലയൻസ് ഓൾ അക്രോസ് ഇന്ത്യ ഉണ്ട്, ഗ്ലോബൽ ഓൾസോ ഉണ്ട്. അപ്പൊ നമ്മൾ മീറ്റിംഗ്സിന് വേണ്ടി ക്ലയൻസ് ലൊക്കേഷനിൽ പോയിട്ട് അപ്പൊ നമ്മൾ പാരലലി എന്തായാലും ഓൾ ഇന്ത്യ പോകുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വ്ളോഗ് തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഒരു പാറ്റേൺ. അപ്പൊ നമ്മൾ വ്ളോഗും ട്രാവലും ബിസിനസിനും വേണ്ടിയാണ് നമ്മുടെ യാത്രകൾ തുടങ്ങിയത്. ആക്ച്വലി എല്ലാവരും ചോദിക്കും, ആക്ച്വലി ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മുടെ തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ മാനേജ് ചെയ്യുന്നത്. സോ ആക്ച്വലി റൈറ്റ് നൗ ലൈഫ് ഡിസൈനർ പറഞ്ഞ കമ്പനി നമുക്ക് HSR ബാംഗ്ലൂരിലുണ്ട്. സോ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഡിസൈൻ ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് AI ഇപ്പോൾ മാനുഫാക്ചറിങ്, അങ്ങനെ ഒരു രീതിക്ക് നല്ല ഹിറ്റായിട്ടുള്ള കമ്പനിയാണ് ഇപ്പോൾ. ആൻഡ് ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഡൽഹിയിൽ വരാനുള്ള റീസൺ ഇസ് ഓൾസോ ജനറലി നമ്മൾ ഡൽഹി ഇവിടെയൊക്കെ ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി 5 ഓൾ ഇന്ത്യ ട്രിപ്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 6ാമത്തെയാണ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വേറൊരു മോട്ടിവേഷൻ ഉണ്ട്, ലൈക്ക് ഇവിടെ വരാൻ വേറൊരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു AI മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ AI ബിസിനസ് സൂട്ട്. സോ ഇറ്റ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇപ്പം നമ്മൾ കുറേ AIs യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ കമ്പനി ഡേറ്റായും നമ്മൾ ചോദിക്കും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കും. ഇറ്റ്സ് ഓൾ ഡിസ്ക്രീറ്റ്. അതുപോലെ തന്നെ കുറേ മൾട്ടിപ്പിൾ ആപ്സ് എക്സലുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ ലൂസ് ആവും. നമുക്ക് ആക്ച്വലി മൈൻഡ് ഇട്ട് ഒരു ബിസിനസ് വളർത്താൻ പറ്റില്ല ഒരു ബിസിനസ് ഉടമയ്ക്ക്. സോ നമ്മൾ ചെയ്ത ഒരു ആൽഗരിതം ഇസ് ബേസിക്കലി A to Z ബിസിനസ് മാനേജ് ചെയ്യുന്ന ഒരു AI ആണ്. ആ AI എടുത്ത് എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് എവിടെ ലോസ് ആവുന്നു, എവിടെ പ്രോഫിറ്റ് കിട്ടും, എല്ലാം A to Z പറഞ്ഞു തരും. സോ അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് പാരലലി വൺ ഓഫ് ദ റീസൺ വൈ വി ഹിയർ ഇൻ ഡൽഹി ഇസ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ChatGPT പോലെ ഒരു LLM ക്രിയേറ്റ് ചെയ്യുക. LLM പറഞ്ഞാൽ ലൈക്ക് ഇപ്പം ഇന്ത്യയിൽ ഇത്രയും ലാംഗ്വേജസ് ഉണ്ട്, ഇന്ത്യക്ക് ഇത്രയും ഹിസ്റ്ററി ഉണ്ട്, നമുക്ക് അത്രയും ഡാറ്റാബേസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ChatGPT പോലെ ജെമിനി പോലെ ഒരു LLM ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. അപ്പോൾ അത് നമ്മളിപ്പോൾ 3rd സ്റ്റേജ് എത്തി, 4th സ്റ്റേജിലോട്ട് പോവാണ്. ഇനി അങ്ങോട്ട് പോവാണെങ്കിൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് സപ്പോർട്ട് വേണം. അപ്പോൾ ആ ഒരു സപ്പോർട്ടിനും നമുക്ക് ഇവിടെ മിനിസ്റ്റേഴ്സിനെ കാണാനുള്ള ചാൻസസ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഡൽഹിയിലേക്ക് വന്നത്. ഡൽഹിയിൽ സ്പെൻഡ് ചെയ്യുന്നത് ആക്ച്വലി ഒഫീഷ്യൽസിനെ കാണാനും അതിന് വേണ്ടിയിട്ടാണ്. സോ ഇത്തവണ നമ്മൾ വന്നതിന്റെ മെയിൻ മോട്ടീവ് ഇസ് ലൈക്ക് നമ്മുടെ ബിസിനസ്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ആണോ ഇവിടെ എത്തിയത്? അതെ അതെ. സോ ആ റൂട്ട് എങ്ങനെയാ വെച്ചത് ഇവള് കറക്റ്റ്. നമ്മൾ ഇതുവരെ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ 10 days ആയി. ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി ഹൈദരാബാദ് പോയി, അവിടെ നിന്ന് മുംബൈയിൽ വന്നു, ആൻഡ് ദെൻ അഹമ്മദാബാദ്, കച്ച്, ജയ്സൽമർ ആൻഡ് നൗ ഡൽഹി. ഇപ്പൊ ഡൽഹിയിൽ ഫ്രം ഹിയർ നമ്മൾ ലേ ലഡാക്ക്, ശ്രീനഗർ ആ റൂട്ട് എടുക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ യാത്ര ചെയ്യാൻ ഒരുപാട് താല്പര്യമുള്ള പെൺകുട്ടികളുണ്ടാവും, പക്ഷെ അവർക്ക് ഒരുപാട് ആശങ്കകളുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ കുറിച്ച് സുരക്ഷിതമാണോ ഒരു ചോദ്യമുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള പെൺകുട്ടികളോട് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? യാത്ര ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ യാത്ര തന്നെ ചെയ്യുക. ബിക്കോസ് നമുക്ക് ഇങ്ങനെ പ്ലാൻ ഉണ്ടായിട്ട് ബോധം ഉണ്ടായിട്ടല്ല കേട്ടോ നമ്മളിങ്ങനെ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, എക്സ്പീരിയൻസ് വന്നു, അങ്ങനെയാണ് ഇപ്പോൾ ബിസിനസ് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇന്ത്യ ഈസ് സേഫ് പ്ലേസ്. നമ്മൾ കുറേ പ്ലേസസിൽ പോയപ്പോൾ കുറേ ആൾക്കാർ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അത് ഫോളോ ചെയ്യും. സോ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി സേഫ്. ആൻഡ് നമുക്കൊരു പോസിറ്റീവ് തിങ് എന്ന് വെച്ചാൽ 5 പേര് കൂടെ നിൽക്കും. സോ ദർ ഇസ് നോ പ്ലേസ് വെയർ വി ഫെൽറ്റ് ഓക്കെ അലോൺ ആണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സോ ഐ തിങ്ക് ഇഫ് യു നീഡ് ടു ട്രാവൽ ചെയ്ത് തുടങ്ങുക, ആൻഡ് വിത്ത് ദ എക്സ്പീരിയൻസ് യു വിൽ ലേൺ. പക്ഷെ സേഫ്റ്റി പ്രിക്കോഷൻസും അതൊക്കെ എടുത്തിട്ട് ചെയ്താൽ ഐ ഡോണ്ട് തിങ്ക് there'll be any problem. സോ നമ്മുടെ ചാനലിന്റെ പേര് തെലുഗോ എന്നാണ്. യൂട്യൂബിൽ @telugo TELUGO എന്ന് സെർച്ച് ചെയ്ത് വരും. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ട്രാവലിലൂടെ നമ്മൾ ആക്ച്വലി വൺ തിങ് ദാറ്റ് വി ട്രൈ ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി ഈസ് ദാറ്റ് സബ്സ്റ്റൻസ് അബ്യൂസ്, എനി കൈൻഡ് ഓഫ് ഡ്രഗ് യൂസ്, നമ്മുടെ വി ടേക്കൻ എ പ്ലെഡ്ജ് ദാറ്റ് വി വിൽ നോട്ട് ഡു ഇറ്റ്. ആൻഡ് ഇത് ആക്ച്വലി എടുക്കാനുള്ള റീസണും കൂടെ നമ്മുടെ ട്രാവൽ ഭയങ്കര റോ ആയിട്ട് എൻജോയ് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കാരാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അപ്പം സന്തോഷം വരിക, ചിരിക്കുക, കരയാണെങ്കിൽ കരയുക, അല്ലാണ്ട് അത് വേറൊരു ഇൻഫ്ലുവൻസ്
സബ്സ്റ്റൻസിന്റെ ഇതില് നമ്മളത് എടുക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് വി ടേക്കൻ എ പ്ലെഡ്ജ് amongst us. സ്പ്രെഡ് ദിസ് ഓൾസോ. നമ്മൾ ട്രാവൽ പോകുമ്പോഴും ഏത് ഗേൾസ് ഓർ ലൈക്ക് എനിബഡി നമ്മൾ മീറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ ഇത് തന്നെയാണ് പറയാറ്. നമ്മൾ ആക്ച്വലി ആന്ധ്രയുടെ സ്കൂളിലൊക്കെ വിളിച്ചിട്ടുണ്ട് പിള്ളേർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് അതാണ് ഇപ്പം സൊസൈറ്റിയിൽ വരുന്ന ഒരു വലിയൊരു പ്രോബ്ലം അതാണ്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഓൾവേസ് ട്രൈ. ഈ യാത്രകൾ എന്ന് പറയുന്നത് വെറും കാഴ്ചകളല്ല, അനുഭവങ്ങൾ കൂടിയാണ്. മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവമുണ്ട്? ഒരുപാട് ഇഷ്ടംപോലെ അനുഭവം ഉണ്ട്. ഇപ്പൊ റീസെന്റ് പറയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മൾ അരക്കു വാലിയില് നമ്മള് പണ്ട് ഈ നമ്മുടെ ബ്ലോഗ് തുടങ്ങിയ സമയത്ത് നമ്മൾ പോയിട്ട് ഒരു ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു അരക്കു വാലി ട്രൈബൽ ഏരിയയില്. എന്നിട്ട് നമ്മളിപ്പോ ഈ റീസെന്റ് നമ്മൾ അരക്കു വാലി പോകുന്ന വഴിക്ക് നമ്മൾ ആ സെയിം സ്ഥലത്ത് നിർത്തി നമ്മൾ അവിടെ പോയി ഈ അവിടെ നോക്കിയപ്പോ ഫുൾ സ്ഥലം മാറി. അവിടെ റോഡ് വന്നു, വികസനം വന്നു, വീട് വന്നു, ഒരു ലാൻഡ് മാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു മരം അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി ഒരുപാട് ഡെവലപ്മെന്റ് വന്നു. ആൻഡ് അവിടെ നമ്മൾ അന്ന് സംസാരിച്ച ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഭയങ്കര ഇൻസൈഡ് ആട്ടോ, ഒരു ട്രൈബൽ ഏരിയ ആണ്. ആർക്കും അങ്ങനെ മാപ്പിലൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ലാത്തൊരു സ്ഥലം. അപ്പൊ നമ്മളത് ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം പണ്ട് പോയപ്പോൾ അത് ഇങ്ങനെ പാട്ടത്തിനെടുത്ത് ആക്ച്വലി അവർ കൃഷി ചെയ്യുന്ന സമയമാണ്. ഇപ്പൊ അവർക്ക് വീടായി അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം ചെന്നപ്പം നമ്മൾ അന്ന് എടുത്തപ്പോൾ ഒരാളുണ്ടായിരുന്നു, കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്തിട്ടാണ്. നമുക്ക് കുറെ ഫോട്ടോസും മെമ്മറീസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം സെയിം ടീമിനെ നമ്മളത് കാണിച്ചപ്പം അവർ ആക്ച്വലി നമ്മുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ആള് മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൻഡ് ദ തിങ് ഈസ് ബിക്കോസ് ദേ ആർ വെരി ദേ ഡു നോട്ട് ഹാവ് ഫെസിലിറ്റീസ്. അവർക്ക് ഫോണില്ല, അവർക്ക് ഇങ്ങനെ ഈ ഫോട്ടോസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ നമ്മളിത് കണ്ടപ്പം പുള്ളി മരിച്ച ആളുടെ അച്ഛനുണ്ടായിരുന്നു. അപ്പം ഹി ആക്ച്വലി ടിയർഡ് അപ്പ്. അവരും അവരുടെ എൻറ്റയർ വില്ലേജ് കമ്മ്യൂണിറ്റി വന്നിട്ട് ദേ വർ വെരി ഹാപ്പി ബിക്കോസ് ആ ഒരു പീസ് ഓഫ് നമ്മുടെ ബ്ലോഗ് ഇരുന്ന് ബിക്കോസ് അവരുടെ കയ്യിൽ ഫോണില്ല, അവർക്ക് അയാളുടെ മെമ്മറീസ് ഒന്നുമില്ല, ഫോട്ടോസ് ഇല്ല. അപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അവർ ആദ്യമായിട്ടാണ് അയാളെ കുറിച്ചുള്ള ഒരു ഓർമ്മ അവർക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് അങ്ങനെ ഒരു മെമ്മറി തിരിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി ആയി. അതുപോലെ നമ്മൾ കുറെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, സ്മോൾ വേസ് ദാറ്റ് വി ആർ ഏബിൾ ടു ഗിവ് ബാക്ക്. ഓക്കെ, അപ്പൊ ഇനി യാത്ര ലഡാക്കിലേക്കാണ്. ലഡാക്കിലേക്കാണ്. അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ താങ്ക് യു.